നമസ്കാരം കൂട്ടുകാരെ, ദീപ്റ്റീസ് ലിറ്റിൽ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇരുമ്പൻ പുളി ചേർത്ത് തേങ്ങാപ്പാലിൽ തയ്യാറാക്കിയ ചെമ്മീൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഈ ഇരുമ്പൻ പുളിക്ക് മറ്റ് പല സ്ഥലങ്ങളിലും പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. വിളിമ്പിപ്പുളി എന്ന പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ചെമ്മീൻ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇന്ന് നമുക്ക് ചെറിയ ചെമ്മീനാണ് കറി വയ്ക്കാൻ കിട്ടിയിരിക്കുന്നത്. ഇത് നന്നാക്കിയിട്ട് എടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് ഞാൻ ഇരുമ്പൻ പുളി ചേർത്തിട്ടാണ് കറി വയ്ക്കുന്നത്. ചട്ടിയിലേക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറിയ നുറുക്കി വെച്ചിരിക്കുന്ന ഇരുമ്പൻ പുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു 3 പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചിയും 2 ചെറിയ ഉള്ളിയും കൂടി ചതച്ചതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 1 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു 2 ടീസ്പൂണോളം 2 ടീസ്പൂൺ നിറയെ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഒരൽപ്പം വേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരൽപ്പം മാത്രം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് തിരുമ്പി എടുക്കണം. ഇതെല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇതാണ്. ഇനി അതിലേക്ക് നമുക്ക് ഒരൽപ്പം വെള്ളം ചേർത്ത് കൊടുത്ത് ഇതൊന്ന് വേവിക്കാം. തേങ്ങാപ്പാലിലാണ് ഈ മീൻ കറി വെക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. ഈ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം. ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ ഇതിൻ്റെ മൂടി ഒന്ന് തുറന്ന് നോക്കാം. ഇനി ഇതിലേക്ക് 2ാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. 2ാം പാല് ചേർത്ത് കൊടുത്ത് ഒന്ന് തിളച്ച് വരുമ്പോൾ ഏറ്റവും അവസാനമാണ് നമ്മളിതിലേക്ക് 1ാം പാല്, അതായത് തെമ്പാല് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് നന്നായി തിളച്ച് വരുന്നത് വരെ കാത്തിരിക്കാം. ഈ 2ാം പാൽ ഒഴിച്ചതിന് ശേഷം പിന്നീട് നമ്മൾ മൂടി വെച്ചിട്ടല്ല, തുറന്ന് വെച്ചിട്ടാണിത് വേവിച്ചെടുക്കുന്നത്. മീൻ കറി ഇവിടെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പും പുളിയും എല്ലാം ഉണ്ടോ എന്ന് ഒന്ന് നോക്കാം. ഇരുമ്പൻ പുളിക്ക് അധികം പുളിയില്ല, പുളി കുറവാണ്. അപ്പോൾ ഞാനിതിലേക്ക് ഒരു കഷ്ണം പുളി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുടപ്പുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു കുടപ്പുളിയെ ചെറുതായിട്ടൊന്ന് മുറിച്ച് 2 കഷ്ണങ്ങളാക്കിയതാണ്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാൽ ഒഴിച്ചതൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് തെമ്പാൽ ഒഴിച്ചിട്ട് തിളയ്ക്കുന്നതിന് മുമ്പായിട്ട് ഗ്യാസ് ഓഫ് ചെയ്യണം. ഒന്ന് നന്നായിട്ട് ചൂടായാൽ മാത്രം മതി. ഒന്ന് ചൂടായതിന് ശേഷം നല്ല തിള വരുന്നതിന് മുൻപായിട്ട് ഗ്യാസ് ഓഫ് ചെയ്യണം. കാരണം തെമ്പാൽ ഒഴിച്ചാൽ പിന്നെ അത് തിളയ്ക്കാൻ പാടില്ല. ഇപ്പോൾ ചെറുതായിട്ട് തിള വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. മീൻ കറിയിലേക്ക് താളിപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കടായി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂണോളം പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പെരിഞ്ജീരകം ഈ ചെമ്മീൻ കറിക്ക് ഒരു പ്രത്യേക ഫ്ലേവർ നൽകുന്നതാണ്. അതുകൊണ്ടാണ് പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുന്നത്. ഈ പെരിഞ്ജീരകം ഒന്ന് ചൂടായി പൊട്ടി വരുന്ന സമയത്ത് ആണ് നമ്മളിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം ഒരു 5-6 ചെറിയ ഉള്ളിയെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ്, ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളിതിലേക്ക് ഒരൽപ്പം വേപ്പില കൂടി ചേർക്കുന്നുണ്ട്. ഇതൊരു ഇളം ഗോൾഡൻ നിറമാകുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമുക്കിത് താളിപ്പ് മീൻ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഉള്ളി ഇളം ബ്രൗൺ നിറമായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിനെ മീൻ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. താളിപ്പ് മീൻ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് പ്രത്യേകിച്ച് ഇളക്കൊന്നും ചെയ്യരുത്. അതിനുശേഷം പെട്ടെന്ന് തന്നെ നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. എന്നാൽ മാത്രമേ ആ ഉള്ളിയിൽ നിന്നും അതുപോലെ ആ പെരുംജീരകത്തിൻ്റെയൊക്കെ ഫ്ലേവർ നമുക്ക് കറിയിലേക്ക് നന്നായി ഇറങ്ങുള്ളൂ. ഒരു 5 മിനിറ്റിന് ശേഷം ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ചെമ്മീൻ കറി തയ്യാറാണ്. തേങ്ങാപ്പാൽ ഒഴിച്ച് വെച്ച ചെമ്മീൻ കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.